നമസ്കാരം. ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ നമ്മൾ വിലയിരുത്തുന്നത് അവരുടെ പ്രവൃത്തി കൊണ്ടാണ്. അവർ എന്തു ചെയ്യുന്നു, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് ജനദ്രോഹപരമായിട്ട് എന്ത് ചെയ്യുന്നു, സമൂഹത്തിൽ അവരുടെ പാർട്ടി പ്രവർത്തകരും ആളുകളും അനുഭാവികളും ഒക്കെ എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ കണക്കാക്കിയാണ് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തന സംവിധാനത്തെ വിലയിരുത്തുന്നത്. CPM-നെ വിലയിരുത്തണമെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ അവരുടെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ വന്ന് പെടും. അതായത് ജനങ്ങളെ എങ്ങനെ വെറുപ്പിക്കാം, ജനങ്ങളെ എങ്ങനെ പാർട്ടിയിൽ നിന്ന് ആട്ടിയകറ്റാം എന്നതിനെ കുറിച്ചാണ് സത്യം പറഞ്ഞാൽ CPM ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കാര്യമായാൽ പോലും ജനദ്രോഹപരമായി ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ, ജനങ്ങൾക്ക് എതിരായി നിൽക്കുന്ന തരത്തിലാണ് പാർട്ടി ഇപ്പോഴും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ ഇതൊക്കെ തന്നെയായിരിക്കും പാർട്ടിയുടെ വിലയിരുത്തൽ. കാരണം ഈ പാർട്ടി അധികാരത്തിൽ വന്ന സമയം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ 2016 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, തുടർ ഭരണം കിട്ടി എന്ന് വന്നാലും അതിനുശേഷം നോക്കിക്കഴിഞ്ഞാലും പാർട്ടിയുടെ അടിത്തറ തന്നെ ഈ സഖാക്കൾ ചേർന്ന് ഇളക്കി മറിച്ചിരിക്കുകയാണ്. വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി എന്ന DNA ന്യൂസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിന്റെ വിശദീകരണങ്ങൾ നൽകിയിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു അത് വെളിവാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ മനസ്സിലാക്കുന്ന തരത്തിലുള്ള പല സംഭവ വികാസങ്ങളുമാണ് പുറത്തു വരുന്നത്. അതായത് കൊല്ലത്ത് നടന്ന സംഭവമാണ് ഈ ഒരു വാർത്തയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇതിന് ആധാരമായി നമുക്ക് കാണേണ്ടത്. അതായത് കൊല്ലത്ത് ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ കയറി അവലും മലരും വച്ച് CPM നേതാവും മുൻ കൗൺസിലറുമായ M സജീവനും മറ്റ് 10 സഖാക്കളുമാണ് ഇപ്പോൾ ഇരവിപുരത്തെ വലിയ സഖാക്കളായി വിലസുന്നത്. ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതായത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് അവർക്ക് മരണാനന്തര കർമ്മങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങി വെച്ചുകൊണ്ട് നേരത്തെ PFI ഒരു പയ്യനെ കൊണ്ട് വിളിപ്പിച്ചതുപോലെ അവലും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോടാ, വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന അതേ സന്ദേശം, അതായത് ഇവിടുത്തെ മത തീവ്രവാദികൾ മുന്നോട്ട് വെക്കുന്ന അതേ സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM, അത് ഒരു സാധാരണക്കാരനല്ല, മുൻ കൗൺസിലറാണ്, മുൻ ജനപ്രതിനിധിയാണ് ഈ M സജീവൻ എന്ന് പറയുന്ന വ്യക്തി. ഇയാളും മറ്റ് 10 സഖാക്കളും ചേർന്നാണ് കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ കയറി അവലും മലരും പഴവും വെച്ച് ഇവരെ, ഈ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അത് നമ്മള് കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത്, ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും മനസ്സിലായത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീഷണി തന്നെയാണ്. അതായത് കൊല്ലും എന്നുള്ള, ഇവർക്ക് മരണാനന്തര കർമ്മങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങി നൽകിക്കൊണ്ട് ഇവരെ കൊല്ലും എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ വാഹനം വിട്ടുകിട്ടണം, അത് പിടിച്ചെടുത്തു, അത് വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് സ്റ്റേഷനിൽ കയറി ഈ സജീവനും കൂട്ടരും ഒക്കെ തന്നെ പോലീസുകാരെ വിരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഇയാൾ സഖാവായതുകൊണ്ട് അന്നേരം വലിയ കേസോ നടപടിയൊന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:56 ഈ സജീവനും കൂട്ടരും ഇവിടെ എത്തുകയും അവലും മലരും കുന്തിരിക്കവും പഴവും ഒക്കെ തന്നെ അവിടെ സമർപ്പിച്ച് പോലീസുകാരെ എല്ലാം തീർക്കും, നിങ്ങളുടെയൊക്കെ മരണാനന്തര കർമ്മം ചെയ്യാൻ ഉടൻ തന്നെ ഇടവരും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ ഒരു CPM അല്ലെങ്കിൽ ഇടതുപക്ഷം കാണിക്കുന്ന ഇത്തരം ധാർഷ്ട്യങ്ങൾ, ഇത്തരം അഹങ്കാരങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ തോതിൽ CPM-നും ഇടതുപക്ഷത്തിനും ഒക്കെ തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടിയായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഈ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലം ശരിക്കും CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയാണ്. പക്ഷേ ഇത്തവണ കൊല്ലം കോർപ്പറേഷനിൽ വലിയ തിരിച്ചടിയാണ് CPM-ന് ഉണ്ടായത്. എങ്ങനെയാണ് CPM-ന് തിരിച്ചടി ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലായില്ലോ. ഇത്തരം പരിപാടികളും ഇത്തരം അഹങ്കാരങ്ങളും ഇത്തരം ധാർഷ്ട്യങ്ങളും ഒക്കെ തന്നെ വച്ചു പുലർത്തുന്ന പരിപാടി നടത്തി കഴിഞ്ഞാൽ ആർക്കായാലും തിരിച്ചടി ഉണ്ടാകില്ലേ, ആർക്കായാലും പ്രശ്നം ഉണ്ടാകില്ലേ. ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാലങ്ങളായിട്ട്. വെറുതെ അല്ല അടിത്തറ ഇളകി തകർന്ന് വീഴാറായത്.